ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ചോറിന് കുറച്ച് കൂടുതൽ അരിയിട്ടിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. കാരണം പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ചോറിന് വേറെ ഒരു കറി ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഈ ഒരൊറ്റ ചമ്മന്തി കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ടൊരു 5 കുഞ്ഞുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. കുരുവൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2-3 പപ്പടം ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു 4 പപ്പടമാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കണേ. ഇനി നമുക്ക് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങയുടെ അളവും പപ്പടത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് വേണ്ടതൊരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്നത് പോലെ തന്നെ പൊടിച്ചെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പപ്പടം 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിന് വേറെ ഒരു കറിയില്ലെങ്കിലും പ്രശ്നമില്ല. കറിയും തോരനും ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല റെസിപ്പികളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.